ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോല കിച്ചണിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി കൊഞ്ചും ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടുള്ള ഒരു റോസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 400 ഗ്രാം ക്ലീൻ ചെയ്ത കൊഞ്ചാണ്. ഇതേപോലെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ അഴുക്കൊക്കെ നന്നായിട്ട് കളയണം കേട്ടോ. ആദ്യം നമുക്ക് കൊഞ്ചിലേക്ക് കുറച്ച് മസാലയൊന്ന് പുരട്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ വിനേഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കി പൊടികൾ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് പൊടി ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കരിഞ്ഞു പോകും പൊടി. അരമണിക്കൂർ നമുക്ക് മസാലയൊക്കെ പുരട്ടി വെക്കാം. അതിനുശേഷം വേണം കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അരമണിക്കൂറായിട്ടുണ്ട് കൊഞ്ചിൽ മസാല പുരട്ടി കൊടുത്തിട്ട്. ഇനി നമുക്ക് കൊഞ്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൊഞ്ച് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒന്നിച്ച് തന്നെ മുഴുവൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്താൽ മതി. ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാവേ. കൊഞ്ചിൽ നിന്നുള്ള കുറച്ച് വെള്ളവും കൂടി ഇറങ്ങും കേട്ടോ. അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ആ സമയത്ത് പെട്ടെന്ന് വെള്ളമെല്ലാം പറ്റി നന്നായിട്ട് ഫ്രൈ ആയി വരുവേ. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. കൊഞ്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കൊഞ്ചിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയതൊക്കെ ഇപ്പോൾ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ആവുമൊന്നും വേണ്ട. വെള്ളം ഇറങ്ങി കഴിയുമ്പോഴേക്കും ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണേ. അധികം പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊടിയെല്ലാം കൂടി എണ്ണയിലേക്കായി പോകും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് വളരെ കുറച്ച് മാത്രം കൊഞ്ചിൽ മസാല പുരട്ടി കൊടുക്കാവുള്ളൂ. ഇനി നമുക്ക് വേറെ എണ്ണയൊന്നും വേണ്ട. ഇതേ എണ്ണയിലേക്ക് വേണം നമ്മുടെ ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കാനായിട്ട്. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാവേ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ടു മീഡിയത്തിൽ വെച്ച് ഉള്ളിയും തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അതുവരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ആവി കയറിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാവേ. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് നമ്മൾ ഒരു തക്കാളിയും പിന്നെ വിനേഗർ മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടി പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം കുടംപുളിയോ ഒരിത്തിരി മാത്രം കുടംപുളിയോ അല്ലെങ്കിൽ വാളംപുളിയോ ചേർത്ത് കൊടുക്കാം. ഇത്തിരി മാത്രമേ ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ വിനേഗർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കണേ.
ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്ക് തുറന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ നോക്കണം. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. സവാളയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു വലിയ സവാള ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് സവാള ചേർത്ത് കഴിയുമ്പോൾ കുറച്ചൊരു മധുരം മാതിരി തോന്നും. അതുകൊണ്ട് ഒരു സവാള ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു പ്രാവശ്യം കൂടി അടച്ചു വെച്ച് കൊടുക്കാതെ ഒന്ന് ആവി കയറി വരട്ടെ. നല്ലതുപോലെ ഒന്ന് ആവി കയറി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് അടപ്പിൽ. ചെമ്മീൻ റോസ്റ്റിന് അധികം പുളി വേണ്ട. നിങ്ങൾക്കിനി കുറച്ചും കൂടി പുളി വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ അത് പുളിക്കനുസരിച്ച് ചേർത്താൽ മതി. വിനെഗർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചെമ്മീൻ റോസ്റ്റാണ്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ച് വെച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം പൊടിച്ചതില്ലെങ്കിൽ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റോട് കൂടിയുള്ള നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്